ശ്രീ ജയശങ്കർ, വളരെ രൂക്ഷമായ വിമർശനം സർക്കാരിന്റെ കോടതിക്ക് മുൻപിൽ കേൾക്കേണ്ടി വരികയാണ്. എന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും കാലമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് SITക്ക് കൈമാറാനും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇനി കോടതിയുടെ കയ്യിലാണോ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക? അല്ല, തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ ചോദ്യം വളരെ ദിവസങ്ങളായിട്ട് നിലവിലുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച്, അതും വളരെ വളരെ ഗൗരവതരമായ ഒരു ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മിറ്റി നിയമിക്കാൻ തന്നെ സർക്കാർ തീരുമാനിച്ചത്. അന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ഇങ്ങനെ റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ തെളിവെടുപ്പ് നടത്തുകയും അവരുടേതായ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് പുറത്തുവിടാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. പിന്നെ വിവരാവകാശ നിയമം അനുസരിച്ചും മറ്റുമൊക്കെ പല പരാതികളും അപേക്ഷകളൊക്കെ വന്നതിന്റെ പേരിലാണ് അതിന്റെ ഒരു കബന്ധമെങ്കിലും പുറത്തുവിടാനായിട്ട് സർക്കാർ തയ്യാറായില്ല. ഈ കാര്യത്തിൽ സർക്കാരിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, സർക്കാരിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല, നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലിരിക്കുന്ന പല പ്രമുഖന്മാർക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പല സിനിമാ ബന്ധങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. ചിലരുടെ ആരാധകരാണ്. നമ്മുടെ ഒരു മന്ത്രി തന്നെ സിനിമാ രംഗമായിട്ട് ബന്ധമുള്ള ആളാണ്. ഒരു MLA ഇപ്പോൾ ആരോപണ വിധേയനായി കളങ്കിതനായി നിൽക്കുകയും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പല ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇത് മൂടി വെച്ചത് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഈ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിൽ അന്വേഷണം എന്തുമാത്രം സുഗമമായിട്ട് മുന്നോട്ട് പോകും, എന്തൊക്കെ നടപടി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിരിക്കും. ശ്രീ ജയശങ്കർ, ഇപ്പോൾ സർക്കാർ പറഞ്ഞത് ചില പരാമർശങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന നിലയ്ക്കാണ്. അങ്ങനെ ആയിരിക്കുമോ ഈ പുറത്തുവിടാത്ത ഭാഗത്ത് കൃത്യമായി എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പല സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ പോലീസ്. ഇപ്പൊ കൃത്യമായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ പോലും പോലീസുകാർക്ക് ഇതിൽ അലസമായിട്ട് അന്വേഷിക്കും, അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാൻ പാകത്തിനുള്ള പഴുതുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പല സംഭവങ്ങളുണ്ട്. ഇപ്പൊ നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ കേടുവരുത്തുന്നതും അക്രമാസക്തമായ സംഭവങ്ങൾ കാണാത്തവരായിട്ട് മലയാളികളാകും. എന്നിട്ട് പോലും അതിനകത്ത് എന്താണ് സംഭവിച്ചത്, ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലുള്ള പല അട്ടിമറി പ്രവൃത്തികളും ഇതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. ആത്യന്തികമായിട്ട് ഇരകൾക്ക് നീതി ലഭിക്കും എന്ന് നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും ഇതൊരു പൊതു വിഷയമാക്കി നിലനിർത്തുന്നതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കും. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരണം അറിയിച്ചതിന്.